so cute, he's so sweet, he's so handsome, he's so cool, he's so hot, he's just awesome. സ്വര മോളെ, ഇന്നു മുതൽ നീ കോളേജിൽ പോവല്ലേ? പോയി റെഡിയാവാൻ നോക്ക്. ഇപ്പൊ തന്നെ കുറെ നേരം വൈകിയല്ലോ. മമ്മി, ഇത് കുറച്ചുകൂടെ ഉണ്ട്. ഇതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോയി റെഡിയാവാം. ലയ, നീ എന്താ ചെയ്യുന്നേ? ചേച്ചി നോക്കിക്കോ, ഇന്ന് ഞാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും. ഇതിലൊരു താജ്മഹൽ ഞാനിന്ന് പണിയും. താജ്മഹലോ എന്ത് കുന്തം വേണേലും നീ പണിതോ, പക്ഷെ മനുഷ്യന് വായിൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരിക്കണമെന്നേ ഉള്ളൂ. ആഹാ, കുറച്ചു കഴിയുമ്പോ എന്റെ അടുത്തോടെ തന്നെ വരുമല്ലോ. നോക്കിയോ, ഞാൻ കാണിച്ചു തരാം. ഇനി എന്ത് കാണാനാ? ഓൾറെഡി ഞാനെല്ലാം കണ്ടതാണല്ലോ. എന്തേലും പറഞ്ഞായിരുന്നു ചായ? ഏയ് ഇല്ലല്ലോ, ഞാൻ എന്ത് പറയാൻ. അല്ല, നിനക്കിന്ന് പോവാനുള്ളതല്ലേ, നീ റെഡി ആവുന്നില്ലേ? ആഹാ, രണ്ടെണ്ണത്തിന്റെ കൂടെ ഞാൻ എത്ര നേരം കൊണ്ട് പറയുന്നതാണെന്ന് നിനക്ക് അറിയോ ജോയ്? ദേ പിള്ളേരെ, പോയി റെഡി ആയിട്ട് വന്നേ. ആ സ്വര, മോള് പോയി ഇത് ജിമ്മിന് കൊടുത്തേരെ. ആ മമ്മി, ഞാൻ പോയി റെഡി ആയിട്ട് കൂടി വരാം. ആഹാ, ഇത്ര നേരമായിട്ടും എഴുന്നേറ്റിട്ട് കൂടിയില്ല. കൊള്ളാലോ. ഇച്ചയ, ജിം ചായ, എഴുന്നേറ്റി. ദേ, ഇന്ന് മുതൽ ജോബിന് പോകാനുള്ളതാ. ഇത് എന്തൊരു ഉറക്കാ. ഗുഡ് മോർണിംഗ്. താൻ നേരത്തെ എഴുന്നേറ്റായിരുന്നോ? ആ, ഞാൻ കുറച്ചു നേരം എഴുന്നേറ്റിട്ട്. ഇച്ചാൻ പോയി ഫ്രഷ് ആയിട്ട് വന്നേ. ദേ, മമ്മി കോഫി തന്നിട്ടിട്ടുണ്ട്. ആ, എങ്കിൽ പിന്നെ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അല്ല, തന്റെ കുളിയൊക്കെ കഴിഞ്ഞതാണോ? അതൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു. ഇച്ചാൻ പോയി കുളിച്ചിട്ട് വാ, ഞാൻ അപ്പോഴത്തേക്ക് റെഡി ആവാം. അല്ല, ഒന്നുകൂടി കുളിക്കുന്നതില് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. തനിക്ക് വേണേല് ഒന്നുകൂടി കുളിക്കായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും കൂടി. വേണ്ട, കൂടണ്ട. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും കൂടി അങ്ങോട്ട് കുളിക്കണ്ട. പോയി കുളിച്ചിട്ട് വന്നേ. എന്താ നീച്ചായ? എന്താ? ഇന്ന് നീ കോളേജിൽ പോകല്ലേ? ആ, പോകുന്നുണ്ട്. അതിനിപ്പോ എന്താ? അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഐ റിയലി മിസ് യു. എന്തോന്നാ? എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? യുവർ നെക്ക്, അതിന്റെ കൺട്രോൾ കളയാൻ. പോയി രാവിലെ തന്നെ റൊമാൻസ് ആൻ പറഞ്ഞിരിക്കുന്നു. ഇതിനൊക്കിത് എന്തിന്റെ കുഴപ്പ? എനിക്കിതേ ഇപ്പൊ പോണം. ചേച്ചി പോകുമ്പോ കൂടെ പോവാനുള്ളതാ. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ ഇപ്പൊ വിടുവന്ന്? വേണ്ട ചായ, എനിക്ക് വേണം. ലയ, എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വര, നീ റെഡി ആയെങ്കിൽ താഴോട്ട് വന്നേ, ഞാൻ വണ്ടി എടുക്കാം. ദേ, മാറിക്കീച്ചായ. സ്വരേച്ചി വിളിച്ച് ആകെ മൊത്തം വേർത്ത് കുളിച്ച്. അതെങ്ങനാടി നീ വേർത്തെ? ഈ മുറിയിലാണെങ്കിൽ AC ഉണ്ടല്ലോ. സോ ഞാൻ അത്രയ്ക്ക് ഹോട്ടാ? ഓ, ഹോട്ടല്ല, കോപ്പാണ്. ഒന്ന് മാറിക്കേ. ഇനി എനിക്ക് ഫ്രഷ് ആയിട്ട് വേണം പോവാൻ. ഇപ്പൊ തന്നെ നേരം വൈകി. ആ, ഇപ്പൊ മോള് പറ്റോ? നൈറ്റ് ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നേ. നിനക്ക് ഞാൻ കാണിച്ചു തരാടി. അപ്പൊ സെറാമീസ്, ഓൾ ദി ബെസ്റ്റ്. ഇന്ന് ചേച്ചിയുടെ ഫസ്റ്റ് ഡേ അല്ലേ? എന്റെ വക ഒരു ഓൾ ദി ബെസ്റ്റ് ഇരിക്കട്ടെ. താങ്ക് യു ലൈ മോളെ. അപ്പൊ ഇനി കോളേജ് വിടുമ്പോ കാണാം. നീ പാർക്കിങ്ങിൽ വന്നാ മതി, ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ആ, പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ മറക്കരുത് കേട്ടോ. സ്കിപ്പ് ചെയ്യരുത്, ഞാൻ വിളിക്കും. ഓ ഇല്ല, ഞാൻ മറക്കില്ല. അപ്പൊ ശരി, വൈകിട്ട് കാണാവേ. ബൈ ചേച്ചി. ഓയ് അന്നാമോ, രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് ചൊല്ലിക്കൊണ്ടിരിക്ക. എന്താണ് ഇത്ര ഗാഢമായി നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? ആഹാ, ആരിത്? എടുക്കുരുട്ടെ, നീ എപ്പോഴാണ് ലാൻഡ് ചെയ്തേ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. നിങ്ങളെ പെണ്ണിനെ കണ്ണെടുക്കാതെ വായി നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഞാനിവിടെ വന്നതാ. ആര് കാണാൻ? എങ്ങോ വേറെ ഏതോ മായ ലോകത്തായിരുന്നില്ലേ രണ്ടും.
എന്റെ പൊന്നലയാമോ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തോണ്ടിരുന്നതാ, അല്ലാണ്ട് ഇച്ചാനോട് സംസാരിച്ചോണ്ടിരുന്നതൊന്നും അല്ല. ഞാനിവിടെ നിൽക്കുന്ന കണ്ടപ്പോഴേ ഇച്ചൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ആ, ഞാൻ വിശ്വസിച്ചു. അല്ല, അവളുമാരെന്തേ? ആ, എല്ലാം കൂടി വായി നോക്കാൻ ഗ്രൗണ്ടിലോട്ട് പോയിട്ടുണ്ട്. ഇന്ന് ക്രിക്കറ്റ് മാച്ചിന്റെ പ്രാക്ടീസ് ഉള്ളതല്ലേ, അപ്പൊ എല്ലാ ചെറുക്കന്മാരെയും അവിടെ തന്നെ കാണും. നീ വന്നേ, ഇനി അവളുമാരെ പെറുക്കി കൂട്ടിയിട്ട് വേണം ക്ലാസ്സിലോട്ട് പോവാൻ. ഇച്ചായ, ഞങ്ങള് ക്ലാസ്സിൽ പോവാ, വൈകിട്ട് കാണാം. ഓക്കെ എന്നാ, അപ്പൊ വൈകിട്ട് കാണാം. ലയ, പോവാനേടി. സ്വരേച്ചി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അല്ല, നിന്റെ സ്കൂട്ടിയുടെ ചാവി ചേച്ചിക്ക് കൊടുത്തു. അപ്പൊ ഞാനെങ്ങനെയാ വീട്ടിൽ പോകുന്നേ? അതിനല്ലേ മുത്ത നിന്റെ ഇച്ചായന ഇവിടെ ഉള്ളത്. ഇച്ചായനുള്ളപ്പോ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അത് മാത്രമല്ല, എന്റെ പൊന്നിന് ഞാൻ ഇന്നൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോ അതിനാ ഞാൻ സുരേച്ചിയോട് കാറ് വേണമെന്ന് പറഞ്ഞേ. അപ്പൊ നിന്റെ ചാവി ചേച്ചിക്ക് കൊടുക്ക്, അവര് സ്കൂട്ടറിൽ പോയിക്കോളും. രണ്ടും കൂടി പോണതൊക്കെ കൊള്ളാം. ഇരുട്ടാവുന്നതിന് മുന്നേ വീട്ടിലെത്തിയിരിക്കണം. അന്ന, നീ ആന്റിയോട് വിളിച്ച് കാര്യം പറഞ്ഞുതരാ. നീ ഇന്ന് എത്തുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് താമസിക്കുമെന്ന്, വെറുതെ അവരെ ടെൻഷൻ അടിപ്പിക്കണ്ട. ആ സുരേച്ചി, ഞാൻ വെച്ച് പറഞ്ഞേക്കാം മമ്മിയോട്. ഇച്ചായ, എന്ത് സർപ്രൈസ് എനിക്ക് തരാൻ പോകുന്നേ? ഒന്ന് പറയാമേ. നീയൊന്നും അടങ്ങെന്നാമോ? ഞാൻ പറയാമേ. എന്തായാലും എന്റെ ലൈഫിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും നിനക്ക് ഞാൻ തരാൻ പോകുന്നത്. ഓഹോ, ബെസ്റ്റ് ആണോ വെസ്റ്റ് ആണോ എന്ന് കണ്ടിട്ട് ഞാൻ പറയാം. ഞാനത് തീരുമാനിക്കേണ്ടത്. എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുപോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതാരാ ഇപ്പൊ എന്നെ വിളിക്കാനായിട്ട്? ആ, അന്നയാണല്ലോ. അല്ല, ഇവളെന്താ ഈ നേരത്ത്? ഹലോ, എന്താ അന്നമ്മോ, എന്തിനാടി വിളിച്ചേ? ഹലോ മാഡം, ഇത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇവിടെ ഒരു ആക്സിഡന്റ് കേസായിട്ട് രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു കുട്ടി പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. മാഡം, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് എത്താൻ കഴിയുമോ? ആക്സിഡന്റോ? ഞങ്ങളിപ്പോ വരാം അങ്ങോട്ട്. സുരേച്ചി, ആരാ ചേച്ചിയെ വിളിച്ചത്? ആർക്കാ ആക്സിഡന്റ് എന്ന് പറഞ്ഞത്? ആരാ? എന്താ ചേച്ചി, എന്തേലും ഒന്ന് പറയ്. ലേഹ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അന്നയുടെ ഫോണിൽ നിന്ന് കോൾ വന്നിട്ടുള്ളത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞു ആക്സിഡന്റ് ആയി എന്നൊക്കെ അവര് പറയുന്നത്. എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ വേഗം ജോയിയെ വിളിക്കേ, ഞാൻ ജിമിച്ചനെ വിളിക്കാം, അങ്ങ് വരാൻ പറയാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അന്നമ്മോ, എന്താടി, എന്ത് പറ്റി? ഇതൊക്കെ എങ്ങനെ സംഭവിച്ചേ? ഓ, എന്റെ ലേക്കൊച്ചെ, നീ ഒന്ന് സമാധാനപ്പെട്. എനിക്കൊന്നും പറ്റിയില്ല, കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് കൈയും കുടിച്ചു. ഇച്ചാനാണെങ്കിൽ കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, അങ്ങനെ അതിന് പോയിരിക്കുക. അന്ന, നിങ്ങൾ ഓക്കെ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവിടുന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ആകെപ്പാട് പേടിച്ചു പോയി. അന്ന, ശരിക്കും എന്താ സംഭവിച്ചേ? അല്ല, മെൽവിൻ എവിടെ? അവനെവിടെയും കണ്ടില്ലല്ലോ. ഇച്ചായ, അത് മെൽവിനെ ഡ്രസ്സിംഗ് റൂമിലോട്ട് കൊണ്ടുപോയിരിക്കുക. ഇച്ചാൻ അങ്ങോട്ട് ചെല്ല്, അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ. സ്വര, ഞങ്ങളെന്നാ അങ്ങോട്ട് പോയിട്ട് വരാം. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം, എങ്ങോട്ടും പോകരുത്. ഇച്ചായ, മെൽവിൻ അവിടെ നിൽക്കുന്നു, വാ. ആ, ദാ മെൽവിന് എന്താടാ സംഭവിച്ചേ? ഇതെങ്ങനാ ഇത്ര പെട്ടെന്ന് നിങ്ങക്ക് ആക്സിഡന്റ് പറ്റിയേ? എന്താ പറ്റിയേ? നീ ഓക്കെ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഓക്കെയാണ് ചായ. എനിക്ക് വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. കാലിന് ചെറുതായിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താടാ, എന്ത് പറ്റി? ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കാര്യമാ. ഇതൊരു ആക്സിഡന്റ് അല്ല, കരുതിക്കൂട്ടി തന്നെ ആരോ മനഃപൂർവ്വം ചെയ്തതാ. അതെന്താ നിനക്കിപ്പോ അങ്ങനെ തോന്നുന്നത്? നീ എന്താ അങ്ങനെ പറയുന്നേ? അവരുടെ ടാർഗറ്റ് ഞങ്ങളല്ലായിരുന്നു. മുന്നിലുള്ള ആള് അവർ പ്രതീക്ഷിക്കുന്നവരല്ല എന്നറിഞ്ഞിട്ടാവും അവർ പെട്ടെന്ന് എത്തിച്ചു കളഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ഞാനും അന്നയും ഇന്ന് എനിക്ക് ഓർക്കാൻ കൂടി വൈകിച്ചായ. പക്ഷെ ഞങ്ങളെ ഇടിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ആ വണ്ടി വന്നത്. അത് കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. പെട്ടെന്ന് കൊണ്ടുവന്ന് അവരത് വെട്ടിച്ചു പോയപ്പോ എനിക്ക് ഡൗട്ട് തോന്നിയതാ. പിന്നെ അന്നയും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് ചേച്ചിയമ്മയുടെ കാറായിരുന്നല്ലോ. ചേച്ചിയമ്മയെ ടാർഗറ്റ് ചെയ്യാൻ മാത്രം ആർക്കാ ഇത്രയ്ക്ക് ദേഷ്യമുള്ളത്? അതും ചേച്ചിയമ്മയോട്. ഐ തിങ്ക് ഇറ്റ്സ് ഹിം. എനിക്ക് ഉറപ്പാ.
അത് അവനായിരിക്കും. അവരല്ലാതെ ആർക്കും അതിൻ്റെ ആവശ്യമില്ല. ഇച്ചയ യുവ, പക്ഷേ അന്ന് നമ്മളെല്ലാം അവസാനിപ്പിച്ചതല്ലേ, പിന്നെ അവൻ ഇത് എന്തിനുള്ള പുറപ്പാടാ? ജോയ്, നിനക്ക് ഓർമ്മയില്ലേ എൻ്റെ സ്വാതി? അവളെ എനിക്ക് നഷ്ടമായതും അവൻ കാരണം തന്നെയാണ്. അന്ന് അവനെ കൊല്ലാതെ വിട്ടതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇനി എൻ്റെ ജീവിതത്തിൽ കയറി കളിക്കാൻ അവനെ ഞാൻ അനുവദിക്കില്ല. അതിന് ഞാൻ നിന്ന് കൊടുക്കത്തുമില്ല. സോ ഈ ചാപ്റ്റർ ഇതോടെ ഇവിടെ തീരും. ഈ ഒരു വർഷത്തിൽ കുറച്ച് സങ്കടവും കുറേ സന്തോഷങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഓരോ പുലരിയും പുതിയൊരു സന്തോഷത്തിന്റെ തുടക്കമാണ്. ഓരോ പൂക്കളും അവയുടെ മായാവർണ്ണത്തിൽ എന്ന പോലെ ഈ പുലരിയെ തഴുകുന്നു. ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാത്തിനും കൂട്ടായി കുറച്ചു പേർ എന്നും നമ്മോടൊപ്പം തന്നെ ഉണ്ടാവും. കുറച്ച് ചോദ്യങ്ങൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്നാൽ അവയുടെ ഉത്തരങ്ങൾ വേദന നിറഞ്ഞതാണെങ്കിൽ അത് പറയാതിരിക്കുന്നതല്ലേ നല്ലത്. ഇനി ചിലപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളെ തേടി എത്തുമെങ്കിലോ എന്നാണെന്നറിയില്ല. എന്നാലും ഒരു തിരിച്ചുവരവ് അതുണ്ടാകും. അപ്പോൾ ഇപ്പൊ നമ്മുടെ ബണ്ണി ടൈഗറിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്നും കണ്ടേച്ചു വരാം. എന്നാൽ ഇവളെന്താ ഇങ്ങനെ? ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ആഹാ, ഇച്ചായ നിങ്ങളെന്ത് ഇവിടെ നിൽക്കാണോ? ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് വിശക്കുന്നെന്ന്, വല്ലതും ഉണ്ടാക്കി തന്നോളേ. അതെ, നീ ആദ്യം കണ്ണു തുറന്ന ടേബിളിലോട്ടൊന്ന് നോക്ക്. ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇനി ഞാൻ ചെന്നിട്ട് നിനക്കിനി വോമിറ്റ് ചെയ്യാൻ വരുന്നെങ്കിലോ എന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് മാറി നിന്നെ. എൻ്റെ പൊന്നുമോള് പോയി അതൊന്ന് എടുത്ത് കഴിച്ചു. ഞാൻ ഇവിടെ വല്ലടോ ഇരുന്നോളാം. അല്ല മോനെ, എന്തു പറ്റി? നീ എന്തോ പോലെ എന്തിനെയോ പോലെ ഇരിക്കുന്നേ. ആ ഇച്ചായ, എന്നെ വല്ല സ്മെല്ലും ഉണ്ടോ? സ്മെല്ലോ? എന്ത് സ്മെല്ല്? ഓ, അതായത് നാറ്റം ഉണ്ടോന്ന്? ഏയ് ഇല്ലല്ലോ. എന്താണ് ഇപ്പൊ നീ ഇങ്ങനെ ചോദിക്കുന്നേ? പിന്നെ അവൾക്ക് മാത്രം എന്തേ ഇങ്ങനെ തോന്നാന്? ഞാൻ അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ അപ്പൊ പറയും എൻ്റെ സ്മെല്ലൊക്കെ പിടിക്കുന്നില്ല, വോമിറ്റ് ചെയ്യാൻ വരുവാന്ന്. അതെന്താ ഇറ്റായ അങ്ങനെ? ആഹാ, ഇതായിരുന്നാ? എടാ, അത് പ്രഗ്നൻസി ടൈമിൽ ചിലർക്ക് ഇങ്ങനെ ചില സ്മെല്ലൊന്നും പിടിക്കില്ല. അവൾക്ക് ചിലപ്പോൾ നിന്റെ സ്മെല്ലായിരിക്കും പിടിക്കാത്ത, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോ ചേച്ചമ്മക്ക് ഇങ്ങനെയാ? ഇതുപോലെ തന്നെയാണോ? അയ്യോ എൻ്റെ പൊന്നു മോനെ, ഓർമ്മിപ്പിക്കല്ലേ. അതിതുമാതിരിയൊന്നും അല്ല. അതിൻ്റെ മ്യൂട്ട് സെൻസിന്റെ കാര്യം പിന്നെ പറയാതിരിക്കുന്നതാ ഭേദം. ഇതിത്തിരി കൂടിപ്പോയോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പാതി രാത്രി എന്നെ വിളിച്ചെണീപ്പിച്ചിട്ട് അവൾക്ക് ഓരോന്ന് വേണോന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്നാടാ എടുത്തോണ്ട് കൊടുക്കുക? ആ കുഴപ്പമൊന്നും എന്തായാലും നിന്റെ പെണ്ണുപിള്ളേക്കില്ലല്ലോ. അത് തന്നെ സമാധാനം. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നീ പെട്ടുപോകുമായിരുന്നു. ഇച്ചായനി 2 മാസം കൂടി സഹിച്ചാൽ മതിയല്ലോ. അത് കഴിഞ്ഞ് കുഞ്ഞാവ ഇങ്ങ് വരുമല്ലോ. എൻ്റെ അവസ്ഥ അതുപോലെയാണോ? ഇപ്പൊ അവർക്ക് 3 മാസം ആയിട്ടേ ഉള്ളൂ. ഇനി എത്രയോ മാസങ്ങൾ ഞാൻ അനുഭവിക്കാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. നിറഞ്ഞ പുഞ്ചിരി കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ പ്രണയിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ 2 വർഷത്തിനിടയിൽ നമ്മുടെ മെർവിന് അന്ന മാരേജ് കഴിഞ്ഞു. അവരിപ്പോ ഹണിമൂണിലാണ്. പിന്നെ ലയക്കും ജോയിക്കും ഒരു മകനാണ്. പേര് നോയൽ ജോയി ജൂൺ എന്നാണ്. പിന്നെ സ്വരയ്ക്കും ജിമിനും ഒരു മകളാണ്. നോവ ജെമിൻ ജൂൺ എന്നാണ് അവളുടെ പേര്. 2 കുസൃതി കുട്ടികളാണ്. ഇവരുടെ ഈ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും, എന്നാലും കഥയിൽ ചോദ്യമില്ലല്ലോ. പിന്നെ ഒരുപാട് താങ്ക്സ് ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിനും ഇത്രയും സപ്പോർട്ട് ചെയ്തതിനും. ഒരു സ്റ്റോറി എഴുതാതെ എന്താണ് കഥ എന്ന് കൂടി അറിയാതെ ഞാൻ ചാനൽ തുടങ്ങിയതിന്റെ ആവേശത്തിലിട്ട ഒരു ട്രെയിലർ ആയിരുന്നു ബണ്ണി ടൈഗറിൻ്റെത്. കുറച്ചു പേർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആദ്യത്തെ സ്റ്റോറി എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലോ. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് FF ആണിത്. അവസാനിപ്പിക്കുമ്പോൾ ഒരുപാട് സന്തോഷം മാത്രം. ഈ അവസാനം പുതിയൊരു തുടക്കത്തിന്റെ മുന്നോടിയായിരിക്കും. ഇനിയും FF-ഉം 1 ഷോട്ടും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ വരും. ഇനി പുതിയൊരു FF എന്ന രൂപേണ വരുന്നത് ഓഷൻ ഓഫ് ലവ് ആയിരിക്കും. അതിന്റെ എഴുത്തിലാണ് ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ BL സ്റ്റോറിയുടെ എഡിറ്റിംഗിലും അത് ഉടനെ നിങ്ങളുടെ മുന്നിലെത്തും. ലവ് ഇസ് ലൈക്ക് എ മിറർ. പ്രണയം വൃദ്ധനെ പോലും 16കാരനാകുന്ന മായാവിസ്മയം. പണ്ടേതോ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ പ്രണയത്തിന് പ്രായപരിധികളില്ല. ആണെന്നോ പെണ്ണെന്നോ ഉള്ള അതിർവരമ്പുകളും ഇല്ല. ഇവിടെ പ്രണയം മാത്രം. ഒരേ തോണിയിലെ യാത്രക്കാർ. പകുതി വഴിയിൽ വെച്ച് അവർക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ മാറ്റത്തെ അവർ തിരിച്ചറിഞ്ഞു പ്രണയം എന്നതിനെ അവർ വിളിച്ചു.
സമൂഹത്തെ അവർ പേടിച്ചില്ല. തന്റെ പ്രണയത്തെ തന്നിൽ നിന്നും അകറ്റാൻ തന്റെ പ്രിയപ്പെട്ടവർ തന്നെ വില്ലന്മാരായി അവർക്ക് മുമ്പിലെത്തി. പുറകോട്ട് പോയില്ല. അവർ ഒന്നിച്ച് ഇരു കൈകളും കോർത്ത് തങ്ങളുടെ പ്രണയത്തെ നേടിയെടുത്തവർ. എഡിൻ ഐസക് മാത്യു ആൻഡ് റയാൻ പീറ്റ്. ഇത് അവരുടെ സ്റ്റോറിയാണ്. സമൂഹത്തിന് മുമ്പിൽ തങ്ങളുടെ പ്രണയത്തെ ജാളിത്യത്തോടെയോ അറപ്പോടെയോ മാറ്റി നിർത്താതെ ഇതാണ് തങ്ങളുടെ പ്രണയമെന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞവരുടെ കഥ. ലവ് ഈസ് ലൈക്ക് എ മിറർ.